ഫലസ്തീനിലൊരു പാവപ്പെട്ട പെൺകുടിയുണ്ട്. 12 പ്രാവശ്യമാണ് അവൾ മരണവേദന അനുഭവിച്ചത്. 12 മക്കളെയാണ് നൊന്ത് പ്രസവിച്ചത്. ആ നൊന്ത് പ്രസവിച്ച 12 മക്കളെ ഈ കബറടക്കിയിട്ട് പത്തലേഖകര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സഹിക്കുക? ഇനി പടച്ചവൻ എനിക്ക് ഇനിയും 12 തന്നാൽ അതിനെ ഞാൻ എന്റെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഫലസ്തീനി പെൺകുട്ടികളെ കാണുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അത് ബസ്രയുടെയും മിസ്റിന്റെയും മണ്ണാണ്. അവിടെ നിന്നാണ് അവർ വിപ്ലവം പഠിച്ചത്, അവിടെ നിന്നാണ് അവർ ദീൻ പഠിച്ചത്, അവിടെ നിന്നാണ് അവർ അല്ലാഹുവിന്റെ ദീനിന്റെ രക്തസാക്ഷിത്വം മഹത്വത്തെ മനസ്സിലാക്കിയത്. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഖുദ്സ് എന്ന് പറയുന്നത് അവർക്ക് മണൽ ഭൂമിയല്ല, ഒലിവ് മരത്തിന്റെ വലഭൂയിട്ടമുള്ള മണ്ണിടമല്ല, ഈ മതിലുകൾ കെട്ടുകൾ തീർത്ത പരസ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയല്ല. ആ ഖുദ്സ് ഏതെന്നറിയോ? ആ ഖുദ്സ് ഏതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഖുദ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഖുദ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ കുറിച്ചല്ല. ആ ഖുദ്സ് അർദുൽ മഹ്ശരി വൽ മൻശർ, അർദുൽ മഹ്ശരി വൽ മൻശർ. മൈമൂന, മൈമൂന, എന്റെ പ്രിയപ്പെട്ട മൈമൂന, അത് മഹ്ശറ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ ഖുദ്സിന്റെ ഓരത്ത് നിന്നാണ് മഹ്ശറ, അവിടെ നിന്നാണ് മൻശർ തുടങ്ങുന്നത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നാളെ ഈ ലോകം മുഴുവനും അവസാനിച്ച് എല്ലാവരും ആറടി മണ്ണിലെ കബറിലടക്കം ചെയ്യപ്പെട്ട് അവസാനം ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഏകനായ റബ്ബിന്റെ മുമ്പിലേക്ക്, ഖഹാറായ റബ്ബിന്റെ മുമ്പിലേക്ക്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിലേക്ക് പരലോകത്തേരവർ എഴുന്നേൽക്കുന്നത് ഈ ഷാമിന്റെ മണ്ണിൽ നിന്നാണ്. ലെബനോൻ, സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ അടങ്ങുന്ന ഈ ഷാമിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഈ ഷാമിന്റെ മണ്ണിലേക്ക്, ഖുദ്സിന്റെ മണ്ണിലേക്ക് അവിടുത്തെ റിസാലത്തിന്റെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, വഹാഹുനാ തുഹ്ശറൂൻ, വഹാഹുനാ തുഹ്ശറൂൻ. ഇവിടെ നിന്നാണ് നിങ്ങളുടെ മഹ്ശറ തുടങ്ങുക. ഇത് ദുനിയാവിന്റെ മണ്ണ് മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന്റെ പരലോകത്തിന്റെ തുടക്കത്തിന്റെ മണ്ണാണ്. ഏത് പ്രൊഫൈലുകൾ പറഞ്ഞാലും, ഏത് ആളുകൾ